ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ നോമ്പ് കലച്ചിന്തകളിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിക്കാം. സ്മിർനായിലെ സഭയുടെ ദൂതനെ എഴുതുക. ആദിയും അനന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവനെ പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങൾക്കും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങൾ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. അന്ന് ഏഷ്യ മൈനറിലെ മറ്റൊരു സുപ്രധാന തുറമുഖ നഗരമായിരുന്ന സ്മിർണ ഇന്ന് ടർക്കിയിലെ ഇസ്മീൻ എന്നറിയപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് ഈ പട്ടണം. വെളിപ്പാട് പുസ്തകത്തിൽ പേരെടുത്ത് പറയുന്ന 7 നഗരങ്ങളിൽ ഇത് മാത്രമാണ് ഇന്നും നഗരമായി നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം തകർന്നെടുക്കുകയാണ് ഇപ്പോൾ. വലിയ നഗരമാണെങ്കിലും ചെറിയൊരു ക്രൈസ്തവ സമൂഹമായിരുന്നു സ്മിർണയിലേത്. തന്നെയുമല്ല, വലിയ മതപീഡനങ്ങൾക്ക് ഇരയായി തീർന്നൊരു സമൂഹമായിരുന്നു അത്. ഭൗതികമായി ദരിദ്രരെങ്കിലും ദൈവസ്നേഹം സമൃദ്ധമായി അനുഭവിക്കുന്നതിനാൽ അവർ സമ്പന്നരാണെന്ന് കർത്താവ് അവരെ അനുസ്മരിച്ചിരുന്നു. ഈ ക്രിസ്തീയ സമൂഹത്തിനെതിരെ കൊടിയ മതമർദ്ദനം അഴിച്ചുവിട്ടതിന് മുഖ്യ കാരണക്കാർ അവിടെ വസിച്ചിരുന്ന യഹൂദരാണ്. സാത്താന്റെ സിനഗോഗ് എന്നവരെ വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തു വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന അവർ സാത്താന്റെ കൈകളിൽ ഉപകരണങ്ങളാണെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം യഹൂദരുടെ ഭാഗത്തുനിന്ന് വലിയ മതപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ മാനസികമായിട്ടും പല രീതിയിലും പീഡനങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വന്നു. നാഥൻ തന്നെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് സുവിശേഷത്തിൽ കൂടി. മർക്കോസിന്റെ 13-ാം അധ്യായത്തിലെ 13-ാം തീയതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പീഡനങ്ങളിൽ മനം തകരരുത്. വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള അവസരമായി മതപീഡനങ്ങളെ കരുതണം. സ്മിർണയിലെ സഭയ്ക്ക് നൽകിയ നിർദ്ദേശവും വാഗ്ദാനവും ഇന്നും ഏറെ പ്രസക്തമാണ്. അനേകം രാജ്യങ്ങളിൽ ഇന്നും ക്രിസ്ത്യാനികൾ കഠിനമായി മതപീഡനത്തിന് ഇരയായിത്തീരുന്നു. സൗഹാർദ്ദത്തിനും മതസ്വാതന്ത്ര്യത്തിനും ഏറെ പ്രസക്തിയുള്ള, അല്ലെങ്കിൽ അതിനുള്ള വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുന്ന നമ്മുടെ രാജ്യത്തും ഇന്ന് മതപീഡനങ്ങൾ നടക്കുന്നുണ്ട്. പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മതവിദ്വേഷത്തിൻ്റെ വിഷം യുവ മനസ്സുകളിൽ കുത്തിവെക്കുന്ന മത തീവ്രവാദികൾ എളുപ്പം കിട്ടാവുന്ന ഇരകളായി മാറുന്നു ക്രൈസ്തവർ. ഈ നോമ്പുകാലം സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് സഹനവും ഏറ്റെടുക്കാനും നമ്മെ ഒരുക്കുന്നതാകണം. കുരിശും എടുത്ത് തന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്തത് കുരിശിൽ മരിച്ചവനാണ്. എന്നാൽ കുരിശ് മരണത്തിനപ്പുറം ഉയർപ്പിലേക്ക് ഉയർത്തുന്ന ഉപകരണമാണ് എന്ന് നമ്മൾ മുറുകെ മനസ്സിലാക്കണം. അത് നല്ല ഓർമ്മയിലായിരിക്കണം. കുരിശിൻ്റെ വഴി ഉത്ഥാനത്തിലേക്ക് നമ്മൾ നയിക്കുന്നു എന്നതും മറക്കാതിരിക്കാം. സഹനം നമ്മെ യേശുവിനോട് അടുപ്പിക്കും. ഏത് സഹനത്തിലും യേശുവിനോട് അടുപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നയിക്കാനുള്ളതായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ 33-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ഞെരുക്കങ്ങളും സഹനങ്ങളും എല്ലാം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹനത്തിലൂടെ മുമ്പേറുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതം മുഴുവൻ പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ നമ്മൾ മുന്നേറുകയാണ്. ആ സഹനങ്ങളെല്ലാം നേട്ടമായി തീർക്കാനായിട്ട് തമ്പുരാൻ കർത്താവിന് മുമ്പിലേക്ക് ഈ നോമ്പുകാലം നമുക്ക് തന്നെ വിട്ടുകൊടുക്കുക. സഹനങ്ങളെല്ലാം തന്നെ ജീവന്റെ കിരീടം നേടാനുള്ളതാക്കി മാറ്റിയെടുക്കുക.
തമ്പുരാൻ കർത്താവ് നമ്മളോട് പറഞ്ഞതനുസരിച്ച് പൂർണ്ണമായും നമ്മൾ തന്നെ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക. ഈ നോമ്പുകാലം അതിനുള്ളതായി തീർത്തിരട്ടെ. നമ്മളെല്ലാം സഹനത്തിലൂടെ ഉത്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ സഹനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവന്റെ കിരീടം നേടാനുള്ള ആ ഓട്ടത്തിലേക്ക് പ്രവേശിക്കുക. നോമ്പുകാലം അതിനുള്ള പ്രചോദനമായി തീരട്ടെ. നമ്മൾക്ക് കർത്താവിനെ വിട്ടുകൊടുക്കുക. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ കർത്താവെ, സഹനങ്ങളോട് മുന്നേറുവാനും ആ വിജയത്തിന്റെ കിരീടം, ഉത്ഥാനത്തിലൂടെ വിജയത്തിന്റെ കിരീടം ഞങ്ങൾക്ക് കിട്ടുന്നതിനുമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ കഥ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.